ഉർദു ഹിന്ദി സാഹിത്യത്തിൽ പ്രേംചന്ദിൻ്റെ നാമധേയം ചിരസ്മരണീയമാണ്. ഉർദു സാഹിത്യത്തിൽ ചെറുകഥകൾക്ക് ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്തത് പ്രേംചന്ദാണ്. 300ഓളം ചെറുകഥകൾ അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരം സോസേ വതൻ. ഈ സമാഹാരത്തിൽ ദുനിയാ കെ അൻമോൽ രത്തൻ അടക്കം 5 കഥകളാണുള്ളത്. പിന്നീട് ഹാക്ക പർവാന, ഖ്വാബോ ഖയാൽ, പ്രേം പച്ചീസി, പ്രേം പതീസി, പ്രേം ചാലീസി, ഫിർദൗസെ ഖയാൽ, സാദേ റാഹ്, ദൂത് കി ഖീമത്ത് തുടങ്ങിയവയാണ് മറ്റ് കഥാസമാഹാരങ്ങൾ. താൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പ്രദേശങ്ങളിലെ ജീവിതത്തിൽ നിന്നാണ് പ്രേംചന്ദ് തൻ്റെ കഥകൾക്ക് ഇതിവൃത്തം സ്വീകരിച്ചത്. സമൂഹത്തിൽ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അദ്ദേഹം വരച്ചു കാട്ടി. സമൂഹത്തിൽ ദാരിദ്ര്യത്തിൻ്റെ തീക്ഷ്ണത വരച്ചു കാട്ടുന്ന കഥയാണ് കഫൻ. അഴിമതിക്കെതിരായി നമക്ക ദാരോഗ, ജാതി വിവേചനത്തിനെതിരെ ഗിലി ഡണ്ട, ഡോക്ടേഴ്സ് എത്തിക്സുമായി ബന്ധപ്പെട്ട് മന്തർ, മിണ്ടാപ്രാണികളുടെ യജമാന സ്നേഹം പ്രകടമാക്കുന്ന ദോബൈൽ, ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അമ്മയുടെ കഥ പറയുന്ന കാത്തിൽ കി മാ, കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത വിഷയമാവുന്ന ബഡേ ഘർ കി ബേട്ടി, ജമീന്ദാർമാരുടെ ചൂഷണത്തിനെതിരെ സവാസേർ ഗേഹൂ, പോസ് കി രാത്, ഇങ്ങനെ യാഥാർത്ഥ്യ ജീവിതവുമായി ബന്ധപ്പെട്ടും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ ഇടപെട്ടും ജീവിച്ച ഹിന്ദി ഉറുദു സാഹിത്യത്തിലെ കുലപതി മുൻഷി പ്രേംചന്ദിൻ്റെ നാമം എന്നും അനശ്വരമായി നിലനിൽക്കും. ഉറുദു സാഹിത്യത്തിലെ മാക്സിം ഗോർക്കി എന്ന വിശേഷണത്തിന് തികച്ചും അർഹനാണ്.